ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഈ നിയമസഭ കൂടുന്നതാണ്. ഒരുപക്ഷേ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ വരെ അല്ലെങ്കിൽ യൂട്യൂബ് വഴി കാണുന്നത് സഭാ ടി.വി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കാരണം ഓരോ ദിവസവും രസകരമായ സംഭവങ്ങൾ, വാദപ്രതിവാദങ്ങൾ, അതിനകത്ത് കോമഡി ഉത്സവം പണ്ടൊക്കെ കോമഡി ഉത്സവം കാണാറുണ്ടായിരുന്നു ഓരോരുത്തർ ഒരു എൻ്റർടൈൻമെൻറ്റിന്. അതിന് പകരം ഇപ്പം സഭാ ടി.വി അല്ലെങ്കിൽ നിയമസഭയിലെ സമ്മേളനം ഓരോരുത്തരുടെയും പ്രസംഗം. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ രസകരമായുള്ള തമാശ എന്ന് പറഞ്ഞാൽ ട്രോൾ ചെയ്യുക. മുൻ സർക്കാരിനെ, അതായത് പിണറായി സർക്കാരിനെ പല കാര്യങ്ങളും അന്ന് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് പലതും പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് പിണറായി വിജയനെ തന്നെ. എന്തായാലും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ട്രോളുകൾ ഇറക്കിക്കൊണ്ടാണ് ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും ഇപ്പം ഈ റീൽസ്, ഇതിൻ്റെ സഭാ ടിവിയുടെ റീൽസാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് അത് ഒരാൾ മാത്രമല്ല, അതിനകത്ത് സ്പീക്കർ വരെ ട്രോളുന്നു. എല്ലാവരും ഉണ്ട്. BP സജീന്ദ്രൻ, പിന്നെ വേറെ CR മഹേഷ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടിയാണ് ഇറങ്ങുന്നത്. അതുകൂടാതെ എന്തായാലും സംഭവ ബഹുലമായിട്ടാണ് ഇപ്പോഴും നിയമസഭ നടന്നു പോകുന്നത്, അല്ലേ? തീർച്ചയായും ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്തിരുന്നവർ ഭരണപക്ഷത്തേക്കും ഭരണപക്ഷത്തിരുന്നവർ പ്രതിപക്ഷത്തേക്കും പോയ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ സഭ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യം. അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷമാണ് LDF പ്രതിപക്ഷത്തേക്ക് പോകുന്നത്. LDFിൽ അത്രത്തോളം നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആരും തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം, ഒന്നാമത് അവർക്ക് അംഗങ്ങൾ കുറവാണ്, യുവാക്കളൊക്കെ വളരെ കുറവാണ്, നന്നായി സംസാരിക്കുന്ന MLA മാരും കുറവാണെന്ന് പറയേണ്ടി വരും. 34 പേരെ അല്ലേ ഉള്ളൂ. പക്ഷെ മറുവശത്ത് UDF-നാണെങ്കിൽ അംഗങ്ങളുണ്ട്, പുതുമുഖങ്ങളാണ്, മന്ത്രിമാരടക്കം കൂടുതൽ പേരും പുതുമുഖങ്ങളാണ് എന്ന് പറയുന്നത് അത് അവിടെയും ഒരു ആശങ്ക ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെയായിരിക്കും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, സഭയിൽ ആദ്യമായി സംസാരിക്കുക അല്ലെങ്കിൽ സഭയിലേക്ക് വരുന്നവർ ഏത് തരത്തിലായിരിക്കും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുമ്പോൾ രണ്ടും രണ്ട് രീതിയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കാര്യങ്ങൾ അത്രത്തോളം പഠിച്ച് എതിർക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകും. ഭരണപക്ഷത്തേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും സഭ മുന്നോട്ട് പോകുക എന്നൊരു ആശങ്ക സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ടത്, മുൻപ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും തഗ്ഗുകളൊക്കെ വരാറുണ്ട്, സഭയിൽ നിന്ന് തഗ്ഗുകൾ വരാറുണ്ട്. സഭയുടെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള വീഡിയോ എന്ന് പറയുന്നത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നടന്ന സംഘർഷമായിരിക്കും ഏറ്റവും കൂടുതൽ. പക്ഷെ ശിവൻകുട്ടിയുടെ സംഘർഷമൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായിരുന്ന എന്ന് പറയുന്നത്. അതിന്നൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന MLA-മാരാണ് സഭയിൽ കൂടുതലും ഉള്ളതെന്ന് പറയേണ്ട ഒരു രീതിയിലെ കാര്യങ്ങൾ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആൾ VP സജീന്ദ്രനാണ്. സജീന്ദ്രൻ സംസാരിക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത്രയും നാൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള തമാശകൾ. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അല്ലെങ്കിൽ UDF-ൽ നിന്ന് PK ബഷീറാണ് ഏറ്റവും നന്നായി തമാശ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നവകേരള യാത്രയ്ക്ക് അല്ലെങ്കിൽ നവകേരള സദസ്സിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സഭയിൽ വലിയ രീതിയിൽ പൊട്ടിച്ചിരി ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി അതാണ്. അദ്ദേഹം മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് പറയുന്നില്ല. അദ്ദേഹം ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുമ്പോഴും അതേ നിലപാട് അല്ലെങ്കിൽ അതേ രീതി തന്നെയാണ് തുടരുന്നത്. പിന്നെ സജീന്ദ്രൻ പറഞ്ഞ, ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ MLA-മാർ അത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം സജീന്ദ്രൻ പറഞ്ഞു, കനകോലു ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കിയത് UDF-ന് അനുകൂലമായി. കനകോലു ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കനകോലു PR വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നത് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ UDF-ന് കനകോലു ഉണ്ട് എന്ന തോന്നൽ UDF-ന് തന്നെ അനുകൂലമായി. അതിന് പകരമായി ഇവരിറക്കിയത് കിണർകോലുവിനെയാണ് എന്ന് പറയുമ്പോൾ MP നികേഷ് കുമാറിനെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന, മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ കിണർകോലു എന്ന വാക്ക് ഉപയോഗിക്കാറില്ല, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളിക്കൊണ്ടിരുന്ന ഒരു വാക്കാണ് കിണർകോലു എന്നാണ്. അതേ വാക്കെടുത്തുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് MLA-മാർ അത്രത്തോളം സോഷ്യൽ മീഡിയ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, പഴയതുപോലെയല്ല. കിണർകോലു എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ ഈ തമാശ രൂപത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. തന്നെ പറയുന്നത് കിണർകോലുവിന് ഇത് കൊടുത്തു, PR വർക്ക് കൊടുത്തു, അതാണ് ഇപ്പൊ അവർ അനുഭവിക്കുന്നത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഈ കിണർകോലു മനഃപൂർവ്വം LDF-നെ ഭരണം കിട്ടാണ്ടിരിക്കാനാണ് ചെയ്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് വെച്ചാൽ തമാശ രൂപത്തിൽ പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നികേഷ് കുമാറിന് പാർട്ടിയോട് ശത്രുതയുണ്ടായിരുന്നു. MP രാഘവനെ കൊല്ലാൻ ശ്രമിച്ചത്, പാമ്പ് വളർത്തൽ കേന്ദ്രം, പാപ്പനശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ തീയിട്ടത്, എന്താണ് കൊരങ്ങനെ പിടിച്ച് നീ CMB-യിൽ ചേർന്നല്ലേ എന്ന് പറഞ്ഞ തല്ലിയ കാര്യങ്ങൾ, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയുന്ന ഒരു വാക്ക്, മുൻപ് തന്നെ അച്ഛനെ ഉപദ്രവിച്ച പാർട്ടിയോടുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു. മുമ്പ് തന്നെ പല ആവർത്തി പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇന്നോവ വീട്ടിൽ വരുമെന്ന ഭയം കൊണ്ട് ആ ഒരു കാര്യം കൊണ്ടാണെന്ന് പറയുമ്പോൾ കൊടുക്കേണ്ടടുത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ എവിടെ പറഞ്ഞാൽ എങ്ങനെ കൊള്ളുമെന്ന് വ്യക്തമായി അറിയാവുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അദ്ദേഹം ആണ് പരസ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ പുറത്തിറക്കാൻ, ഇതൊക്കെ
തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പലരും പറഞ്ഞതാണ് PR വർക്ക് അല്ലെങ്കിൽ CPMന്റെ PR വർക്ക് CPMന് വലിയ തിരിച്ചടിയാകും, തിരിച്ചടിയായിട്ടുണ്ടെന്ന്. നികേഷ് പകപോക്കുകയാണ് എന്നൊരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് വീണ്ടും സഭയിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ സ്പീക്കർ പറഞ്ഞ രാജന് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അത് ചിലപ്പോൾ സ്പീക്കർ സ്പീക്കർ വരെ ട്രോളാൻ തുടങ്ങി. അതിനു മുമ്പ് രാജന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അങ്ങ് പറയുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോഴേക്ക് അതായത് ട്രോളായി മാറുന്നു, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത്. അപ്പൊ സ്പീക്കർ പറഞ്ഞു ഡൈസിന് ചോദ്യം ചെയ്യാനുള്ള അധികാരം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, എനിക്കൊന്ന് തിരുവഞ്ചൂർ നോർമലായി പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. ചില സ്ഥലത്ത് നോർമലായിട്ട് ശരിയെന്നുള്ളതിന് പറയുന്ന പോലെ ആയിരിക്കാം. പക്ഷെ പറഞ്ഞാലും ഇവർക്ക് ഇതാണ് അവസ്ഥ, ദയനീയമായ ഒരു അവസ്ഥ പുള്ളി അവതരിപ്പിച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ CR മഹേഷ് അടക്കമുള്ള CR മഹേഷ് ഒക്കെ സഭയിൽ നന്നായി സംസാരിക്കുന്ന ആളുകളാണ്. അതിന്റെ അടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മഹേഷ് സംസാരിക്കുമ്പോൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ ആളാണ് CR മഹേഷ്. അത് സ്വന്തം പാർട്ടിക്കെതിരെ അല്ല, അല്ലെങ്കിൽ സ്വന്തം പാർട്ടി തെറ്റായ ദിശയിൽ പോയാൽ അവിടെയും തിരുത്തൽ ശക്തിയായി നിൽക്കുന്ന ആളാണ്. അപ്പൊ അത്തരം ആളുകളൊക്കെ സഭയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ വളരെ വലിയ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന രീതിയിലേക്ക് സഭാ TVയുടെ വിഷ്വൽ. കാര്യം നമുക്കറിയാം, ഒരു മാധ്യമങ്ങളെയും ഇപ്പൊ നിയമസഭയ്ക്ക് അകത്ത് കയറി റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കില്ല, സഭാ TV വഴി മാത്രമാണ്. അപ്പൊ സഭാ TVയിൽ നിന്ന് തന്നെ ഒരുപാട്, അല്ലെങ്കിൽ സഭാ TVക്ക് റീച്ച് കൂടാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം വി ജോയ് CPMന് വേണ്ടി സംസാരിച്ച വി ജോയ് പറഞ്ഞത് അവർക്കെതിരെ തന്നെയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതായത് സ്വന്തം പോസ്റ്റ് തന്നെ ഗോൾ അടിക്കുന്ന പോലെ ആയി മാറിയില്ലേ. പെൻഷന്റെ കാര്യം 3000 രൂപ ആക്കുമെന്ന് പറയുന്നു. ഞങ്ങൾ 1600 നിന്ന് 2000 ആക്കാൻ 4 വർഷം എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളും കരുതിയിരുന്നോളൂ, നിങ്ങളും ഇവിടെ ഇരിക്കും. അപ്പൊ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ കഴിയാത്ത സർക്കാരായിരുന്നു കഴിഞ്ഞ 10 വർഷം ഭരിച്ചതെന്നാണ് ജോയ് എടുത്ത് പറയുന്നത്. അപ്പൊ അത് അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പല സംഭവങ്ങളുമായിട്ട് ഈ ഓരോരുത്തർ പറയുന്നത് മൊത്തം ഈ ട്രോളും ആൾക്കാർക്ക് കേട്ട് രസിച്ചിരിക്കാൻ അല്ലെങ്കിൽ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം തന്നെ ട്രോളാനുള്ള പല അവസരങ്ങളും കൊടുക്കുന്നു. ജലബീരങ്കിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുവരുന്നു, അത് സഭയിൽ കൊണ്ടുവരേണ്ട, അത് CR മഹേഷ് കഴിഞ്ഞ ദിവസം ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയ പൂച്ചട്ടി എല്ലാം കൂടി കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു പൂന്തോട്ടം നിർമ്മിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രതിപക്ഷം തന്നെ ചിന്തിക്കാതെ വളരെ അപക്വമായിട്ട് സഭയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഈ തിരിച്ചടികൾക്ക് കാരണമാകുന്നത്. അതുപോലെ തന്നെ സഭയിൽ എല്ലാവരും നന്നായി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ എത്രത്തോളമാണ്. പിന്നെ മാറാത്തത് മാറും, അതാ ഞാൻ പറയുന്നത്. BJPക്കെതിരെ അവർ 3 അംഗങ്ങളാണ് BJPക്ക് നിലവിലുള്ളത്. വിൻസെന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിലിരുന്നത്, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പൊ അദ്ദേഹം പിന്നിലായി. മാറാത്തത് മാറുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ മാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ സമയം നൽകണമെന്നൊരാവശ്യം, അത് ഇതിനിടയിൽ പറയുകയാണ്, സമയം നൽകണം. ഒരു സർക്കാരും അധികാരത്തിൽ വന്ന് ഒരു കാര്യം ഉടനടി ചെയ്യാനാകില്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയം നൽകണം. പക്ഷെ ഇന്നത്തെ പ്രതിപക്ഷം സമയം നൽകുന്നില്ല. അതിനു മുൻപ് തന്നെ പ്രതിഷേധങ്ങളുമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങുന്ന രീതി ശരിയല്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ തമാശ രൂപേണയാണെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ കുറുക്കിക്കൊള്ളുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ചിഞ്ചുറാണീനെ ഇതാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് സജീന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ചിഞ്ചുറാണിയുടെ എന്താണ് മൃഗങ്ങൾക്ക് പോലും LDF വരരുത് എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതായത് ആടുകൾ കരയുന്നത് പോലും ചെയ്യല്ലേ, വോട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റൈലാണ്, അതൊരു പ്രത്യേക രസത്തിലാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. അതാണ് ഓരോ ഈ സജീന്ദ്രൻ എടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണ്, അതായത് കുറുക്കി കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതേപോലെ അതിന് വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ആദ്യ ദിവസം മുതൽ VD സതീശൻ പിണറായി വിജയനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നന്നായിട്ട് സംസാരിച്ചിട്ട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ VD സതീശൻ. അതായത് ഓരോരോ ആരോപണങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം കൊടുത്ത് VD സതീശൻ ഇവർക്ക് ഒന്നും മിണ്ടാതെ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് പിണറായി വിജയന്റെ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ VD സതീശൻ ഇല്ലാത്ത ദിവസം VP സജീന്ദ്രനാണ്, VD അല്ലെങ്കിൽ VP എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അല്ല, സഭയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രായം നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങൾ പണ്ട് ഊരിപ്പിടിച്ച വാളിന് നടുവിലൂടെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം
കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ അതിലൊക്കെ എത്രത്തോളം വിജയിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹത്തെ മാറ്റി മറ്റൊരാളായിരുന്നെങ്കിൽ അപ്പോഴും ഒരു പ്രശ്നം LDFിലുള്ളത് നന്നായി സംസാരിക്കാൻ കഴിയുന്ന, നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആരും തന്നെ സഭയിൽ ഇല്ല എന്ന് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സെൽഫ് ഗോൾ അടിക്കുന്ന വി ജോയി പോലുള്ളവർ CPM-നും LDFിനും തിരിച്ചടി തന്നെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിൽ ഒന്നാമത്തെ കാര്യം അംഗങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് കൂടുതലാണ്. അപ്പൊ അവർ അംഗങ്ങൾ കൂടുതലാണെന്ന് മാത്രമല്ല നന്നായി സംസാരിക്കുന്ന, ഇപ്പൊ പിഷാരടിയൊക്കെ ആദ്യമായി സഭയിൽ വരുന്ന പിഷാരടിയൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്. ഈ മന്ത്രിമാർ പോലും പുതിയ ആളുകളാണെന്ന് പറയുമ്പോൾ പോലും അവരും കാര്യങ്ങൾ പഠിച്ച് നന്നായി സംസാരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ പരാജയമായിക്കൊണ്ടിരിക്കുകയാണ് LDFും CPM-ഉം. അതൊക്കെ ഒരു മാറ്റം വരണം. ഈ ഹാസ്യരൂപേണ പറയുന്ന കാര്യങ്ങളൊക്കെ റീലായി കട്ട് ചെയ്ത് വരുമ്പോൾ പോലും അവിടെ എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറയുന്നത്. വെറുതെ എന്തെങ്കിലുമൊക്കെ തമാശകൾ പറയുകയല്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ CPM-ന് അത്തരം അല്ലെങ്കിൽ LDFിന് അത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. അവർ പ്രതിപക്ഷ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം ജലപീരങ്കിയിലെ വെള്ളം കൊണ്ട് അതെല്ലാം തിരിച്ചടിയാവുകയാണ്. മാത്യു കുഴൽനാടൻ അന്നത്തെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് വീണ വിജയന്റെ വിഷയം പറയുന്നു. അതൊക്കെ കഴിഞ്ഞ ദിവസം കുഴൽനാടൻ തന്നെ പറയുന്നുണ്ട്. അന്ന് ഞാൻ പറയുന്നത് പച്ച കള്ളമാണെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ അത് തിരുത്തി പറയേണ്ട സാഹചര്യം വന്നില്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും തിരിച്ചടിയാണ്. നന്നായി മുന്നോട്ട് പോയാൽ മാത്രമേ, അല്ലെങ്കിൽ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ LDFിന് കഴിഞ്ഞാൽ മാത്രമേ ഒരു തിരിച്ചുവരവ് ഉണ്ടാകൂ. അതിനിപ്പോ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ മാറ്റണം എന്നൊരു തീരുമാനം എടുത്താൽ പോലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാര്യം പിണറായി വിജയൻ ഇരുന്നു കൊണ്ട് 5 വർഷം മുന്നോട്ട് പോവുക, കാര്യങ്ങളൊക്കെ പഠിച്ചാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം പരിഗണിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് നൽകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ വരുന്ന ഈ വീഡിയോകൾ, സഭ ടിവിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതിലൊക്കെ പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രതികരണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കമന്റുകളൊക്കെ വരുന്നത് വെച്ചാൽ, ജയിച്ചിട്ട് ഇവിടെ വരണ്ടായിരുന്നു എന്ന് ഈ പിണറായി വിജയന് തോന്നിപ്പോവുക. കാരണം അത്രയും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എന്തായാലും LDF ഇതിനൊരു മാറ്റം വരുത്തുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം.